തിരശ്ശീലയിൽ വൈവിധ്യങ്ങൾ ഒരുക്കി കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ച അഭിനയ കലയുടെ കുലപതി, എന്തിനിത്രയൊക്കെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ. മോഹൻലാലിന് അവാർഡ് നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സർ. ഫലകം നൽകുന്നതിനായി PV ഗംഗാധരൻ സാറിനെ ക്ഷണിക്കുന്നു. എയിം ഫിലിമിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മുഹമ്മദ് ഫാസിൽ ബഷീറിനെയും സ്വാഗതം ചെയ്യുന്നു. പ്രണയം എന്ന സിനിമയെ ഒരിക്കൽ കൂടി അംഗീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. യൂഫിൽ ഇൻസ്പയർ ഫിലിം അവാർഡ്സിലെ ഓരോ പ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. നല്ല സിനിമകളെ സ്വീകരിക്കുന്നു എന്നതിന് തെളിവാണ് ഇത്തരത്തിലുള്ള ഫംഗ്ഷനുകൾ, ഇത്തരത്തിലുള്ള അവാർഡുകൾ. വീണ്ടും വീണ്ടും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. നല്ല സിനിമയ്ക്കായിട്ടുള്ള പ്രണയം മലയാളികളുടെ മനസ്സിലുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. നമ്മളുടെ മലയാള സിനിമയെ കൊടുമുടിയിലെത്തിച്ച അഭിനയ ചക്രവർത്തി, നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാലിന് എല്ലാ അഭിവാദ്യങ്ങളും. ഈ ഒരു വേദിയിൽ ലാലേട്ടന് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നതല്ല. എല്ലാ സദസ്യർക്കും ലാലേട്ടനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ഒരു വേദി ഇവിടെ ഒരുങ്ങിയതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളോടുള്ള നന്ദി പറയലാണ്. ഇൻസ്പയർ ഫിലിം അവാർഡ്സ് 2012 നിങ്ങളില്ലാതെ ഒരിക്കലും ഒരു സക്സസ് ആവില്ലായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ കൈയടിക്കാൻ ഇവിടെ നിന്ന് പറയുമ്പോഴും കൈയടിക്കാൻ നിങ്ങളില്ലെങ്കിൽ അതിനൊരു ഊർജ്ജമില്ല. സോ ഡെഫിനറ്റ് ആയിട്ടും ഇതിൻ്റെ സക്സസ് നമ്മുടെ കൊച്ചിൻ ഓഡിയൻസിനാണ്. അപ്പോൾ നിങ്ങളോടും യെസ് നിങ്ങളെല്ലാവരും നിങ്ങളോടും പിന്നെ മറ്റെല്ലാവരോടും നന്ദി. എയിംഫിൽ ഇൻസ്പയർ ഫിലിം അവാർഡ് 2012 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Thanks to AIMFIL International for fulfilling my aim. AIMFIL International, the Institute of Job Oriented Training.